അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് വളരെ സന്തോഷത്തോടെ പ്രവേശിക്കുകയാണ്. ഇപ്രാവശ്യത്തെ പുതിയ പാഠപുസ്തകം വളരെ മനോഹരമാണ്. പാഠങ്ങളും ജീവിതഗന്ധിയാണ്. നമ്മോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാഠഭാഗങ്ങളാണുള്ളത്. ആദ്യമായ ഒരു ചിത്രമാണ്. ഈ ചിത്രത്തെ നമ്മൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മനോഹരമായൊരു ചിത്രം. ഇതിലേതാനും കുട്ടികളുണ്ട്. ആ കുട്ടികൾ എന്ത് ചെയ്യാണ്? കൈയൊക്കെ കൊടുത്ത് അവരൊരു യാത്രയിൽ പരസ്പരം മറ്റുള്ളവരെ സഹായിക്കുന്നൊരു ചിത്രമാണ്. ഈ ചിത്രത്തെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വായിച്ചെടുക്കാം. എങ്ങനെയാണ് സഹായിക്കുന്നത്? മനുഷ്യജീവിതം പരസ്പരം സഹായത്താൽ ബന്ധിതമാണ് തുടങ്ങുന്ന വിവിധങ്ങളായ ആശയങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാവും. നിങ്ങൾ ഈ ചിത്രത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള 4-5 വാചകങ്ങളെ, 4-5 ആശയങ്ങളെ നിങ്ങൾ രൂപപ്പെടുത്തുകയാണ് വേണ്ടത്. നമുക്ക് മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലുമൊക്കെ ആയും കൊണ്ട് ഈ ക്ലാസ്സിനെ ചലിപ്പിക്കാം. നിങ്ങളെല്ലാവരുടെയും സജീവമായ മനസ്സാന്നിധ്യവും ശ്രദ്ധയും ഉണ്ടായാൽ അതിമനോഹരമായി നമുക്ക് അറബി ഭാഷയെ പാടാനും പറയാനും ഏറ്റവും നന്നായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ഭാഷാ പഠനത്തെ ലളിതമനോഹരമായിട്ട് വളരെ രസകരമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു വിജയാശംസകൾ നേരുകയാണ്. നമുക്ക് പാഠത്തെ ആസ്വദിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ ആമുഖം എന്ന നിലയിൽ മാഷ് നേരത്തെ തയ്യാറാക്കിയിരുന്ന ഒരു ഗാനോപഹാരം കേൾക്കാം. അതിൻ്റെ പശ്ചാത്തലം നമ്മുടെ പാഠത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയാണ്. പാഠഭാഗങ്ങൾ തന്നെയാണ് ആ മലയാള ഗാനവും നമ്മോട് സംവദിക്കുന്നത്. നമുക്ക് ആ ഗാനം ശ്രദ്ധിക്കാം. പ്രകൃതിതാ കരയുന്നു, കണ്ണീരിൽ കുതിരുന്നു. ആ കണ്ണീർ പ്രളയത്തിൽ തകരുകയായി. മണ്ണിൽ മനം പൊട്ടി മലവെള്ളം ഒഴുകുകയായി. കതിർവിളയും പാടത്ത് കനവുകൾ തന്മയ്യത്ത് കടലാസു തോണി പോലെ ഒഴുകുകയായി. പ്രളയം സ്വപ്നങ്ങളെല്ലാം തകർക്കുകയായി. سمعنا الغناء، وفي هذه الغناء وهناك رسالة كبيرة. ماذا أصابنا حينما زاد الفيضانات، حينما انتشر الفيضانات والماء، وكانت عذابا شديدا، وكانت سببا للتهلك، وكانت سببا للحزن، وكانت سببا للكآبة. وفي ذلك المجال نحن نروح إلى حالة مسرورة، إلى من الحالة المحزونة نحن نروح إلى حال مسرورة. انظروا إخواني إلى الشاشة ماذا هناك. نحن نبحث فقرة الأولى. നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിലേക്ക് പ്രവേശിക്കുകയാണ്. മർഹബൻ ഇഖ്വാനി അൽ അഇസ്സ
مرحبا بكم في قناة الأزهار. اليوم يوم البيئة. أقف حاليا أمام بيت جديد بناء طلاب هذه المدرسة لزميلهم أيمن. انهدم بيته في فيضانات جارفة حدثت في السنة الماضية. كثير من الناس فقدوا حياتهم فيها. നമ്മൾ ആദ്യ പാരഗ്രാഫാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യ പാരഗ്രാഫ് ആമുഖമായി ആളുകളെ അഭിവാദ്യം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. മർഹബൻ. മർഹബൻ എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്, അറബികൾ എല്ലാവരും ഉപയോഗിക്കുന്ന. അഹ്ലൻ വസഹ്ലൻ വമർഹബ, വെൽക്കം എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് മർഹബൻ. ഇഖ്വാനി അൽ ഇസ്സ. ഇഖ്വാൻ അൽ ഇസ്സ. അഖ് ജംഉഹു ഇഖ്വാൻ. അഖ് എന്ന വാക്കിന്റെ ബഹുവചനമാണ്, പ്ലൂറലാണ് ഇഖ്വാൻ. ഇഖ്വാനി, അവിടെ ഒരു യാ ചേർത്തിരിക്കുന്നത് യാ ഉൽ മുഖാത്തബ എന്ന് പറയും. എൻ്റെ ഇഖ്വാനി അൽ ഇസ്സ, എൻ്റെ ആദരണീയരായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മർഹബൻ ബിക്കും ഫി ഖനാത്തി അൽ അസ്ഹാർ. മർഹബൻ ബിക്കും, ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യാൻ. ഫി ഖനാത്തി, മാമന ഖനാത്ത്. ഖനാത്ത് കലിമത്തുൻ ജദീദ. ഖനാത്ത്, ഖനാത്ത് BBC, ഖനാത്ത് CNN, ഖനാത്ത് റിപ്പോർട്ടർ. ماذا نعرف؟ قناة يعني channel. في قناة الأزهار. الأزهار اسم هذه القناة. അപ്പോൾ ഈ ആദ്യ വാചകങ്ങളിൽ പറയുന്നത് എല്ലാവരെയും എൻ്റെ അൽ അസ്ഹാർ എന്ന് പറയുന്ന ചാനലിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. With great pride and privilege, most beloved brothers, I would like to invite all of you to my channel, into my channel Al Azhar. എന്നിട്ട് പറയാണ് അൽ യൗമു യൗമുൽ ബീഅ. മാമാന യൗം. യൗം നമുക്കറിയുന്ന വാക്കാണ്. അൽ യൗം, ടുഡേ. യൗമുൽ ബീഅത്തി. ബീഅത്ത്, മാമാന ബീഅത്ത്. ബീഅ means الكون الطبيعة وهذا كلها نحن نستعمل في اللغة العربية. بيئة എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതി, പരിസ്ഥിതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ യൗമുൽ ബീഅ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഡേ. ടുഡേ ഈസ് ദി എൻവയോൺമെന്റൽ ഡേ. أقف حاليا أمام بيت جديد. أقف وقف يقف أقف. I am standing. ഹാലിയൻ. ഹാലിയൻ എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ്, നൗ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, ഒരു ചാനൽ അവതാരകയാണ് ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. അവര് ഒരു പ്രദേശത്ത് നിൽക്കുകയാണ്. എവിടെയാണ് നിൽക്കുന്നത്? അവർ പറയാ അഖിഫ് ഹാലിയൻ അമാമ ബൈത്തിൻ ജദീദ്. അമാം നിങ്ങൾക്ക് അറിയുന്ന വാക്കാ, ബൈത്തിൻ ജദീദ്. ഞാനിപ്പോ നൗ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ന്യൂ ഹൗസ്. അവരൊരു പുതിയ വീടിന് മുൻപിൽ നിൽക്കുകയാണ്. ആ വാക്കുകളൊക്കെ നമുക്ക് പരിചിതമാണ്. وهذه البنت وهي تقف أمام بيت جديد وهي تقول بناه الطلاب هذه المدرسة. بناه بنا يبني. بنا എന്ന് പറഞ്ഞാൽ constructed, built എന്നൊക്കെയാണ്, നിർമ്മിച്ചു. الطلاب, طلاب طالب جمعه طلاب. ഹാദിഹിൽ മദ്രസ, ഈ കലാലയത്തിലെ, ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആർക്കു വേണ്ടി? ഫോർ ഹൂം? ലിസമീലിഹിം ഐമൻ. മാമന സമീൽ. ഹൽ തഅരിഫു സ്വദീഖ്? സ്വദീഖ് എന്ന വാക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കൂട്ടുകാരൻ, ചങ്ങാതി, ഫ്രണ്ട്, കൊളീഗ് എന്നൊക്കെ പറയും. അതേ അർത്ഥം തന്നെയാണ് സമീൽ. സമീലിഹിം ഐമൻ, അവരുടെ ചങ്ങാതിയായ, അവരുടെ എല്ലാവരുടെയും കൂട്ടുകാരനായ ഐമന് വേണ്ടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, നൗ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹൗസ്. ആരാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത്? മൻ ബനാ അൽ ബൈത്ത്? അത്തുല്ലാബ്. അത്തുല്ലാബ്. ലിമൻ ബനാ ഹദൽ ബൈത്ത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരുന്നത്? ഫോർ ഹൂം ദിസ് ഹൗസ്? ആർക്കുള്ളതാണ് ഈ വീട്? അവരുടെ കൂട്ടുകാരനായ, അവരുടെ ചങ്ങാതിയായ ഐമന് വേണ്ടിയുള്ളതാണ്. എന്താണ് ഐമന് വേണ്ടി ഒരു പുതിയ വീട് നിർമ്മിക്കാനുള്ള കാരണം എന്നാണ് അവതാരക പറയുന്നത്. ഇൻഹദമ ബൈതുഹു. ഇൻഹദമ എന്ന് പറഞ്ഞാൽ ഹലക്ക.
ഹലാക്ക്, ഹലക്ക അല്ലെ, നശിച്ചു, കൊളാപ്സ്ഡ് എന്ന് പറയും നമ്മുടെ ഇംഗ്ലീഷിൽ അല്ലെ, നശിച്ചു പോയി. ബൈതുഹു, അവന്റെ ഹൗസ്, അവന്റെ വീട് നശിച്ചു പോയി. അപ്പോ ഫി ഫൈലാനാത്തിൻ ജാരിഫത്തിൻ ഹദസത്ത് ഫി സനത്തിൽ മാദിയ. മാ മഅന ഫൈലാനാത്ത്? ഫൈലാനാത്ത് യഅനി വഹദാ കലിമത്തുൻ ജദീദത്തുൻ ലദൈന. ഫൈലാനാത്ത് എന്ന് പറയുന്ന വാക്ക് നമുക്ക് പുതുമയുള്ള ഒരു വാക്കാണ്, പക്ഷെ നിങ്ങൾക്ക് അർത്ഥം കിട്ടും. എപ്പോഴാ ഫൈലാനാത്ത് ഉണ്ടാവുക? ഇദാ സാദൽ മത്റു, ഹീനമാ സാദൽ മത്റു മാദാ അസാബന യസീദുൽ മാഉ വയൻതശിറുൽ മാഉ ഫീ ജമീഇ മക്കാനി. ഹീനമാ യസ്ദാദുൽ മാഉ ഫീ കുല്ലി മകാൻ മാദാ അസാബന മാദാ അസാബ ഫിൽ അർദ് വഫിൽ വലദ്. മഴ ധാരാളമായി പെയ്താൽ എന്ത് സംഭവിക്കും? ധാരാളമായി വെള്ളം ഉണ്ടാവും. ധാരാളമായി വെള്ളം ഉണ്ടാവുമ്പോൾ പുഴയിലും കിണറിലും നമ്മുടെ ചുറ്റുപാടുകളിലും എല്ലാം വെള്ളം നിറയുമ്പോൾ യസീലുൽ മാഉ ഇലൽ ബുയൂത്ത് വൽ അസ്വാഖ് വകുല്ല ഷൈ. ഘട്ടം ഘട്ടമായി വെള്ളം വളരെ വേഗത്തിൽ എവിടേക്കെത്തും? ഇതെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടുകളിലേക്ക്, താഴ്ഭാഗങ്ങളിലെ വീടുകളെയും കടകളെയും ഷോപ്പുകളെയൊക്കെ ബാധിക്കും. അങ്ങനെ ഇൻഹദമ ബൈതുഹു ഫീ ഫൈലാനാത്തിൻ ജാരിഫ. ഫൈലാനാത്ത് എന്ന വാക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫൈലാനാത്ത് പ്രളയം, ഫ്ലഡ്. ഇൻഹദമ ബൈതുഹു ഫീ ഫൈലാനാത്തിൻ ജാരിഫത്തിൻ, വളരെ ശക്തമായ, വളരെ ക്രൗര്യത നിറഞ്ഞ പ്രളയത്തിൽ ഈ കുട്ടിയുടെ വീട് നഷ്ടപ്പെട്ടിരുന്നു. ഹദസത്ത് ഫി സനത്തിൽ മാദിയ. ഹദസത്ത് മീൻസ് ഹാപ്പൻഡ്, അത് സംഭവിച്ചത്. അങ്ങനെ ഒരു പ്രളയം സംഭവിച്ചത് എപ്പോഴാ? ഫിസനത്തിൽ മാദിയത്തി, ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷമാണ് അങ്ങനെയുള്ളൊരു മഹാപ്രളയം ഉണ്ടായത്. കസീറു മിനൻ നാസ് ഫഖദു ഹയാതഹും ഫിഹാ. കസീറു മിനൻ നാസ്, a lot of people, നിരവധി മനുഷ്യർക്ക് they had lost everything. ഫഖദ means lost, നഷ്ടപ്പെട്ടു. ഫഖദു, they have lost everything, they have lost their life. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ നമ്മൾ അറിയുകയുണ്ടായി. തനാത്ത്, അതുപോലെ യൗമുൽ ബിഅ, ഇൻഹദമ, ഫൈലാനാത്ത്, ജാരിഫ, സനത്ത് മാദിയ, ഫഖദ തുടങ്ങിയ വാക്കുകളെ നമ്മൾ അടുത്തറിഞ്ഞു. അതിന്റെ തുടർച്ച എന്ന നിലയിൽ അപ്പൊ ഒരു അവതരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു കുട്ടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ പലപ്പോഴും വാർത്തകളും വിശകലനങ്ങളും എല്ലാം നമ്മൾ വിവിധ ചാനലുകൾ വഴി, യൂട്യൂബ് വഴിയൊക്കെ അറിയുകയാണ്. അപ്പോൾ മനോഹരമായ കുട്ടി ആ സംഭവത്തെ വർണ്ണിക്കുകയാണ്. ഇതിന്റെ ഒരു ചെറിയ ഭാഗം കൂടി ബാക്കിയുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇസ്തമിഉ ഖിറാഅതി അൽ-ഫിഖറ അസാനിയ. ഹുനാ യുസ്ബിഹു തുല്ലാബുനാ ഖുദ്വതൻ ലിമുജ്തമഇനാ വഇസ്സതൻ ലിവطننا. سيقوم وزير التربية والتعليم بتسليم البيت الجديد وافتتاح الحفلة مساء هذا اليوم إن شاء الله. سأكون معكم في هذا الحفل البهيج. إلى اللقاء. هنا هي يصبح طلابنا قدوة لمجتمعنا. أصبح يصبح തുല്ലാബുന. തുല്ലാബുന, ഇവിടെ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കുകയാണ്, പണിയുകയാണ്, സൃഷ്ടിക്കുകയാണ് നമുക്ക് പറയാം. എന്ത്? ഖുദ്വത്തൻ ലിമുജ്തമഇന. ഖുദ്വത്ത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന മിസ്ല ഹാദാ ഖുദ്വത്ത്. മാ ഖുദ്വത്ത്? ഖുദ്വത്ത് മീൻസ് ഒരു മാതൃക, ഐഡിയൽ എന്നൊക്കെ പറയും. ബിമുജ്തമഇന. മാ മുജ്തമഇ? ഇജ്തമഅ, യജ്തമിഉ, ഇജ്തിമാഇ, മുജ്തമഇ. മുജ്തമഇ മീൻസ് സൊസൈറ്റി, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ലിമുജ്തമഇന. അപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിന് ഒന്നാകെ നല്ലൊരു മാതൃക പണിയുകയാണ്. അത് മാത്രമല്ല, വഇസ്സതൻ ലിവطننا. അത്ഫാലുനാ വഹും യബ്നൂൻ
ഇസ്സത്തൽ വതനിന. മാമന ഇസ്സത്ത്? ഇസ്സത്ത് യാനി പ്രൗഡ്. ഇസ്സത്ത് അഭിമാനം. ലി വതനിന. മാമന വതൻ? വതൻ ബിലാദ്. വതനിന to our country. Here our children are making proud moment to our country. سيقوم وزير التربية والتعليم بتسليم البيت الجديد. سيقوم ആരാണ് നിർവഹിക്കാൻ പോകുന്നത്? വസീർ തർബിയത്തി വതഅലീം. മാമന വസീർ? വസീർ ജംഉഹു വുസറാ. വസീറുൽ വുസറാ, വസീർ തർബിയത്തി വതഅലീം. വസീർ മാമന വസീർ? Minister. Minister for what? Tarbiyati wa ta'aleem means education. In Arabic, we are using for education not only information but at-tarbiyat wa ta'aleem. അറബിയിൽ മാത്രം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാം. വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ തർബിയത്തുമുണ്ട് തഅലീമുമുണ്ട്. അവിടെ കുട്ടികൾക്ക് പഠനമുണ്ട്, അറിവും നൽകുന്നു, അതോടൊപ്പം തന്നെ ശിക്ഷണവും നൽകുന്നു. തർബിയത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷണം എന്നാണ്. തഅലീം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം നൽകലാണ്. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ അതിൽ സാധാരണ മന്ത്രി, ഇപ്പൊ നമ്മൾ ഹെൽത്ത് മിനിസ്റ്റർ എന്നതിനെ നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക വസീറു അസ്സിഹ എന്ന് മാത്രമേ, സിഹ എന്ന വാക്ക് മാത്രമാണ്. എന്നാൽ അറബിയിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വരുമ്പോൾ തഅലീമിന്റെ കൂടെ തർബിയത്ത് കൂടി ചേർക്കുന്നു എന്നുള്ളത്, അങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ കാണേണ്ടത് എന്നുകൂടി നമ്മൾ ഇവിടെ അറിയുകയാണ്. അപ്പോ വസീറു തർബിയത്തി വ തഅലീം, അറിവിന്റെയും ശിക്ഷണത്തിന്റെയും മന്ത്രി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നതുകൊണ്ട് അറബിയിൽ അർത്ഥമാക്കുന്നത്. അപ്പൊ സയഖൂമു വസീറു തർബിയത്തി വ തഅലീം ബിതസ്ലീമിൽ ബൈത്തിൽ ജദീദ്. മാമാന തസ്ലീം? അസ്ലമ യുസ്ലിമു, ഇസ്ലാം, മുസ്ലിം. തസ്ലീം, തസ്ലീം എന്ന് പറഞ്ഞാൽ സമർപ്പണം, കൈമാറ്റം. Okay, handing over. بتسليم البيت الجديد. بيت الجديد نحن نعرف بيت الجديد. افتتاح الحفلة. افتتاح معناه فتح، وهذا الكلمة يجيء من فتح. فتح means open. يفتح opening. افتتاح means opening or inauguration. الحفلة. حفلة means program, function, party, event. നമ്മൾ പരിപാടികൾ, എല്ലാ തരത്തിലുള്ള പരിപാടികൾക്കും നമ്മൾ ഹഫ്ല എന്ന് പറയും. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി ഈ പുതിയ വീടിന്റെ കൈമാറ്റ ചടങ്ങ് നിർവഹിക്കും. അതോടൊപ്പം തന്നെ വഫ്തിതാഉൽ ഹഫ്ല, ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. മസഹ ആദൽ യൗം, ടുഡേ ഈവനിങ്, ഇന്ന് വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രി ഈ വീടിന്റെ ഉദ്ഘാടനവും പരിപാടിയും എല്ലാം നിർവഹിക്കും. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മീൻസ് ബൈ ദി ഗ്രേസ് ഓഫ് ഓൾമൈറ്റി. സഅകൂനു മഅകും ഫി ഹാദൽ അഫ്ൽ ബഹീജ്. അപ്പൊ ഈ യൂട്യൂബർ പറയാണ് സഅകൂനു മഅകും ഫി ഹാദൽ അഫ്ൽ ബഹീജ്, ഞാനും നിങ്ങളുടെ കൂടെ മനോഹരമായി ഈ ചടങ്ങിൽ സംബന്ധിക്കും. സഅകൂനു മഅകും, ഐ വിൽ ബി ദേർ, ഐ വിൽ ബി വിത്ത് യു. ഹാദൽ അഫ്ൽ ബഹീജ് ഇൻ ദിസ് മാർവലസ് പ്രോഗ്രാം. ഇലൽ ലിഖാ, ബൈ ബൈ. നമുക്ക് കാണാം അവിടെ വെച്ചിട്ട്. അപ്പൊ വൈകുന്നേരമാണ് പ്രോഗ്രാം. അതിന് മുന്നോടിയായി അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഈ സ്ത്രീ പുതിയ വീടിന് മുൻപിൽ വെച്ചുകൊണ്ട് ഒരു വീഡിയോ അഡ്വർടൈസ്മെന്റ് ചെയ്തതാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത്. മനോഹരമായ അവതരണമാണ്, ആധുനികമാണ്. ഇതിലെ പുതിയ വാക്കുകളെ കൂടി നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. എല്ലാവരും ഈ പാഠഭാഗങ്ങളുടെ ഒന്ന് വായനയും ശ്രദ്ധയുമായി പോയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ്, നമുക്കത് ലഭ്യമാവും. ഇൻഷാ അല്ലാഹ്. سيمكن أن نتكلم جيدا ونستفهم جيدا الدرس الجديد. شكرا جزيلا.